പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരിക്കൽ പത്രസമ്മേളനം നടത്തുന്നതിനിടെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ചതഞ്ഞ പാടുണ്ടായിരുന്നു. ഇത് മറയ്ക്കുന്നതിന് വേണ്ടി അദ്ദേഹം കൈയുടെ പിൻഭാഗത്ത് മേക്കപ്പ് ഉപയോഗിക്കുന്നുണ്ട് എന്നതടക്കം റിപ്പോർട്ടുകളും വന്നു. എന്നാൽ ഇത്തരം ഊഹാപോഹങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് വൈറ്റ് ഹൗസ്. പരിശോധനയിൽ ട്രംപിന് ക്രോണിക് വെനസ് ഇൻസഫിഷ്യൻസി എന്ന CVI ഉണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. എന്താണ് ട്രംപിന് ബാധിച്ച CVI? എന്താണ് അതിന്റെ കാരണങ്ങൾ? ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്? സിരകൾ ശരിയായി പ്രവർത്തിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗമാണ് CVI. ഈ രോഗമുള്ളവർക്ക് കാലുകളിൽ വേദനയോ തരിപ്പോ ഒക്കെ ലക്ഷണമായി കാണാറുണ്ട്. ചിലപ്പോൾ ദീർഘനേരം നിന്നാൽ ക്ഷീണം അനുഭവപ്പെടാം. അതല്ലെങ്കിൽ പ്രത്യേകിച്ച് കണങ്കാലിന് ചുറ്റും വീക്കം ഉണ്ടാവുക തുടങ്ങിയവയൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ്. CVI എന്ന രോഗത്തിന്റെ പ്രധാന കാരണം കാലുകളിലെ ഞരമ്പുകൾക്ക് ഹൃദയത്തിലേക്ക് രക്തം ശരിയായി പമ്പ് ചെയ്യാൻ കഴിയാതെ വരുന്നതാണ്. അപ്പോഴാണ് ക്രോണിക് വെനസ് ഇൻസഫിഷ്യൻസി സംഭവിക്കുന്നത്. സിരകളുടെ പ്രവർത്തനം അതിലെ ചെറിയ വാൽവുകളെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. അവ ഹൃദയത്തിലേക്കുള്ള രക്തയോട്ടത്തിനുള്ള വൺ-വേ ചെക്ക് പോയിന്റുകളായും പ്രവർത്തിക്കുന്നു. സിരകളിലെ വാൽവുകൾ ദുർബലമാവുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ രക്തം താഴേക്ക് പോയി കാലുകളിൽ അടിഞ്ഞുകൂടും. തൽഫലമായി സിരകളിലെ മർദ്ദം വർദ്ധിക്കുന്നതും അസ്വസ്ഥത ഉണ്ടാവുകയും ചെയ്യും. ഈ അവസ്ഥ കാലുകളിലെ ഞരമ്പുകളെ ബാധിക്കുന്നതായും അറിയപ്പെടുന്നുണ്ട്. ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും ഇത് വ്യാപിക്കും. കാലുകളിൽ വേദന, ക്ഷീണം അല്ലെങ്കിൽ ഭാരം അനുഭവപ്പെടൽ, കാലുകളിലെ ചൊറിച്ചിൽ, കൂടുതൽ നേരം നിൽക്കുമ്പോൾ വേദന, കണങ്കാലിന് സമീപമുള്ള ചുവപ്പ്, തവിട്ട് അല്ലെങ്കിൽ നിറം മങ്ങിയ നല്ല കട്ടിയുള്ള ചർമ്മം, പേശിവലിവ് അനുഭവപ്പെടുക തുടങ്ങിയവയൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. ക്രോണിക് വെനസ് ഇൻസഫിഷ്യൻസിയുടെ പ്രാരംഭ ലക്ഷണങ്ങൾ നിസ്സാരമായിരിക്കാം. പക്ഷേ ചികിത്സിച്ചില്ലെങ്കിൽ അവ കൂടുതൽ സങ്കീർണതകളിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട്. ആയതിനാൽ നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നല്ല ആരോഗ്യത്തോടെ ജീവിക്കുക.